ഹായ്. ഹലോ. നിന്റെ ഹായ്ക്ക് എന്തൊരു സ്ട്രോങ് ഇല്ലല്ലോ. അങ്ങനെ വരൂ. അതെ, നിങ്ങള് ടൂറ് പോയി എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് കുറെ പേരൊക്കെ പറഞ്ഞു നന്നായിണ്ടെന്ന്. പക്ഷെ ആ ടൂറ് പോയി വന്നതിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങൾക്ക് വലിയൊരു ട്രാജഡി ഉണ്ടായി. ദുഃഖമുണ്ടായി. ആ ഒരു ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ ഇന്നൊക്കെ 2 ദിവസമായിട്ട് കര കയറി വന്നിട്ടുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ എൻ്റെ മോളുടെ കലോത്സവം ഉണ്ടായിരുന്നു CBSE. അപ്പോൾ അവിടെ പോയി. അപ്പോൾ എൻ്റെ ഫോണിൽ എന്തോ ഒരു മെസ്സേജ് വന്നു, ഞാൻ എന്തൊക്കെയോ അമർത്തി. അത് കഴിഞ്ഞ് മോള് ഫുഡ് കഴിക്കാൻ നോക്കാൻ വേണ്ടി അവർക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യപ്പോൾ ഗൂഗിൾ പേ പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്താ എൻ്റെ ഗൂഗിൾ പേ പോയെന്ന്. അത് കഴിഞ്ഞിട്ട് ഇബിള് പറയും പിന്നെ എന്തെൻ്റെ ഐഡിയ. അതെന്താന്ന് വെച്ചാല് അത് എനിക്കറിയില്ലായിരുന്നു. ഈ ഗൂഗിൾ പേ പോയതോ ഗൂഗിൾ അടിച്ചതൊന്നും എനിക്കറിയില്ല. എന്നോട് വേറെ ആള് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ, നിങ്ങളുടെ വീഡിയോ കാണുമ്പോ എറർ കാണിക്കുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടാവും, നിങ്ങളുടെ ലൈനിന്റെ പ്രശ്നമായിരിക്കും, നിന്റെ നെറ്റിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തല്ലി. എന്നിട്ട് ഞാൻ കുറെ 2 മണിക്കൂറിന് ഞാൻ വന്നിട്ട് നോക്കിയപ്പോ വീഡിയോ ഇല്ല. അപ്പൊ തന്നെ ഞാൻ വിജി എന്തോ ഒരു പ്രശ്നം പറ്റിട്ട് നമ്മുടെ വീഡിയോ കാണാനില്ല എന്താന്ന് ചോദിച്ചു. ആകെ തളർന്ന് അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനും നോക്കണേ. അപ്പൊ എനിക്ക് മുമ്പ് ഞങ്ങളൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഡാൻസിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു റിവാലുവേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ഭൂകമ്പം ഉണ്ടായി. ഞാനാണെങ്കിൽ ആ വീഡിയോ ഇടുമ്പോ പറയുകയും ചെയ്തു ഈ വീഡിയോ ഇട്ട് നമ്മൾ കത്തുന്നു പക്ഷെ ഇവള് പറഞ്ഞ എന്റെ ഫോണോടെ കത്തിപ്പോന്ന് ഞാൻ വിചാരിച്ചു. ഫോണടക്കം കത്തിപ്പോയുള്ള ഭയങ്കര നാവണിട്ട് നാവെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ. പക്ഷെ അനുഭവിച്ചു എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതെല്ലാവർക്കും ഉള്ള പാടാട്ടാ, എന്നല്ല ഇവളെ ഉപദ്രവിക്കാൻ അങ്ങനെ ഇരിക്കും. അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, 2-3 സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി. അപ്പൊ അവര് 2-3 സ്ഥലത്ത് പറഞ്ഞു ഭയങ്കര സാഡ് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്ര വലിയ യൂട്യൂബേഴ്സ് ഒന്നും അല്ല. എന്നിരുന്നാലും എപ്പോഴൊക്കെയോ എന്തൊക്കെയോ നിങ്ങളുടെ ഒരു സഹകരണം നിമിത്തം ഞങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കാണുന്നുണ്ട് എന്നുള്ള അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ ആ ഒരു കാര്യം ഒറ്റയടിക്ക് ഇല്ലാണ്ടാവാന്ന് വിചാരിച്ചപ്പോ എനിക്ക് ആകെ സങ്കടമായി. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞു നമുക്ക് പുതിയൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ചാനലൊക്കെ മൊത്തം പോവും, യൂട്യൂബ് പോവും, എല്ലാം പോവും. ആദ്യം പുതിയ മെയിൽ ID കൊടുത്തിട്ട് റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ ഒരു സ്ഥലത്ത് പോയി പറഞ്ഞു 2 ദിവസം വെയിറ്റ് ചെയ്യേ, വെരിഫിക്കേഷന് അടയ്ക്കാം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് മക്കളെ എനിക്കൊരു വേറൊരു കാര്യം മനസ്സിലായത്. എനിക്ക് മനസ്സിലായി എന്താ കേസ്. ഞാനേ ഈ ഗൂഗിളിൽ എൻ്റെ ഏജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് തെറ്റായ ഏജാണ് കൊടുത്തത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മറ്റേ എന്താ ഈ ഗൂഗിളിലൊക്കെ ആൾക്കാർ ഇൻഫർമേഷൻസൊക്കെ മിസ്യൂസ് ചെയ്യുന്നൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു സമയത്ത് നമ്മുടെ ഒരു പട്ടബുദ്ധിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഏജ് തെറ്റി കൊടുത്തു. അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും ഏജ് തെറ്റി കൊടുക്കണമെങ്കിൽ ശ്രദ്ധിച്ചോ, മൊത്തം പണി കിട്ടും. വെച്ചാൽ ഗൂഗിൾ മൊത്തമായിട്ട് അടിച്ചു പോകുന്നു പറഞ്ഞ പോലെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം പിന്നെ എന്താണ്ടായെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞങ്ങളുടെ ഇമെയിൽ ID ഞങ്ങൾ മറന്നുപോയി. അത് ഗൂഗിൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ID ഞങ്ങൾ മറന്നുപോയി. അതാണ് ഞാൻ മറന്നുപോയി, അതാണ് മെയിൻ. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പം അത് ബുക്കിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്, നിങ്ങളും അത് വേണമെങ്കിൽ ചെയ്തോട്ടാ, അല്ലെങ്കിൽ എന്നെ പോലെ നല്ല പണി കിട്ടും. അപ്പം അങ്ങനെ പിന്നെ എപ്പോഴൊക്കെയോ എൻ്റെ മോൾക്ക് ആ ഒരു മെയിൽ ID ഓർമ്മ വന്ന് അങ്ങനെ സംഭവം റെഡിയായി. 2-3 ദിവസം നമ്മൾ ഭയങ്കര സാഡായിരുന്നു. നിങ്ങൾ ആരോടൊന്നും മിണ്ടണില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയാത്ത. പക്ഷെ ഈ ഒരു സമയത്തുണ്ടല്ലോ കുറേ പേര് സന്തോഷിച്ചിട്ടുണ്ട് കേട്ടാ. ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 4 പടക്കം കൂടുതൽ വന്ന് പൊട്ടിക്കുന്നൊക്കെ. പക്ഷെ നിങ്ങള് യൂട്യൂബ് ഓൺ ആയപ്പോൾ ഞങ്ങളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് ഒരു ചെറിയൊരു ഇതുപോലെ. പക്ഷെ ആ സമയത്തുണ്ടല്ലോ കുറെ പേര് ഞങ്ങളെ കളിയാക്കി. അപ്പോഴും മനസ്സിലായി ഞങ്ങളെ കളിയാക്കാണെങ്കിൽ കുറെ പേരുണ്ട്, ശത്രുക്കൾ ഇഷ്ടപ്രകാരാണ്. പക്ഷെ കാണാൻ പറ്റാത്തതിൽ വിഷമം പറഞ്ഞവരുണ്ട് കേട്ടാ. എന്താ പറ്റി ഞങ്ങളുടെ ചാനൽ കാണാനില്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പ്രസന്റില് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അതുപോലെ എല്ലാവരും ശ്രദ്ധിച്ചും കണ്ട് എല്ലാവരും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുക. മറന്നു പോവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകും. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക അല്ലേ. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതിപ്പോ ലോങ് വീഡിയോ ആയിട്ടുണ്ട്, അത് കാരണം മുഴുവൻ കാണണം. ചിലവര് മുഴുവൻ കാണുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.